അപ്പോൾ ഹായ്ക്കുട്ടൻ നമ്മുടെ നെയ്ബേഴ്സ് പോകുന്നത് നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഹായ്ക്ക് കൊമ്പൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ. ഇന്ന് നമ്മൾ നിബിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അമ്മയൊക്കെ വന്നതുകൊണ്ട് അവൾ നമ്മളെ ഇന്ന് ലഞ്ചിന് വിളിച്ചിട്ട്, അല്ല ലഞ്ചല്ലല്ലോ ഡിന്നർ തന്നെയാണ്, എനിക്ക് എന്താ പറ്റിയത്, ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഹായ്ക്കുട്ടോ ഈ വിരിപ്പൂ ബൈ ബൈ ഉമ്മ. നമ്മളപ്പോ എവിടെ പോവാ? ഓക്കെ, നമ്മള് ഹായ്ക്കുട്ടിന്റെ കുഞ്ഞാലിയുടെ വീട്ടിൽ പോവാണ്. കുഞ്ഞാലി വലിയ അടിപൊളി ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അമ്മയ്ക്ക് പക്ഷെ മെയിൻ സബ്സ്ക്രൈബർ ഞാനായിരിക്കും. ഞാൻ എപ്പോഴും വ്ളോഗിനായിട്ട് വീഡിയോ എടുക്കുമ്പം സൗണ്ട് ഇല്ലാതെ വോയിസ് ഓവർ കൊടുക്കാൻ രീതിയിലാണ് എടുക്കുക. കാരണം എനിക്ക് അതാണ് ഈസി. അപ്പോൾ നിബിൻ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ഈ പ്രാവശ്യം വോയിസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേ നമ്മൾ 9th ഫ്ലോറിൽ നിന്നാണ് കേട്ടോ പോകുന്നത്. അപ്പം ലിഫ്റ്റൊക്കെ എടുത്തിട്ടാണ് താഴത്തേക്ക് ഇറങ്ങുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ബസ് എടുക്കണം. അത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചങ്ങ് നീങ്ങിയാൽ മതി. അപ്പം നമുക്കിങ്ങനെ ഫ്ലാറ്റിൻ്റെ താഴെയായിട്ട് സ്കൂളുകളൊക്കെ ഉണ്ട് കേട്ടോ, ലൈക്ക് കിൻഡർ ഗാർഡൻ, പ്ലേ ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഹായ്ക്കും 18 months ആകുമ്പോൾ നമുക്ക് അവിടെ വിടണം എന്നാണ് ആഗ്രഹം. അത്രയ്ക്ക് കൺവീനിയൻ്റ് ആണ് കേട്ടോ സിംഗപ്പൂർ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഫ്ലാറ്റിൻ്റെ താഴെ സ്കൂളൊക്കെ കാണുന്നത്. കാണുന്നത് നമ്മുടെ തൊട്ട് താഴെയുള്ള സ്കൂളാണ്. പക്ഷേ അഡ്മിഷനൊക്കെ കിട്ടാൻ നല്ല പാടാണ്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിടണം, അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള സ്കൂളിൽ കിട്ടില്ല, കുറച്ച് മാറിയിട്ടായിരിക്കും കിട്ടുക. ഹായ്ക്ക് ഇതുവരെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ കിട്ടിയിട്ടില്ല അഡ്മിഷൻ. അപ്പം നമുക്കിപ്പം കിട്ടിയേക്കുന്നത് 2-3 ബ്ലോക്ക് മാറിയിട്ട് ആണ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെയായിട്ട് ചെറിയൊരു ഫുഡ് കോർട്ടും കുറച്ച് കടകളും ഒരു ക്ലിനിക്കൊക്കെ ഉണ്ട്. അപ്പോൾ വരുന്നതാണ് ബസ്. അപ്പോൾ നമ്മുടെ ഇവിടം വരെ ഉള്ളൂ റോഡ്. അതുകൊണ്ട് തന്നെ ബസ് ഇങ്ങനെ കറങ്ങി U-turn എടുത്ത് വേണം. എനിക്ക് ആ ബസ് ഇങ്ങനെ കറങ്ങി വരുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ, ഇഷ്ടമാണ്. ബസ്സിനെയൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഫാൻസ് ഉണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലേ സിംഗപ്പൂർ നല്ല സ്ട്രോളർ ഫ്രണ്ട്ലിയാണ്, ബേബി ഫ്രണ്ട്ലി ആണെന്ന്. അപ്പോൾ നമ്മൾ ബേബി ആയിട്ട് സ്ട്രോളറിൽ ബസ്സിൽ പോകുമ്പം ഇതുപോലെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്, അവിടെ നമുക്ക് സ്ട്രോളർ കയറ്റി വെക്കണം. കുട്ടികളെ അതിനകത്ത് ഇരുത്താം. നോർമലി അതിനകത്ത് ഇരിക്കാറില്ല ഇങ്ങനെ ബസ്സിൽ പോകുമ്പം. പക്ഷേ ഇന്ന് എന്തോ ഭാഗ്യത്തിന് ആൾ കാഴ്ചയൊക്കെ കണ്ടിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടെ ഒരാൾ നിൽക്കുകയും ചെയ്യണം, അതുപോലെ സ്ട്രോളർ ലോക്ക് ചെയ്യുകയും ചെയ്യണം. പിന്നെ അടുത്ത ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ ഈ ബസ്സിൽ നിന്ന് സ്ട്രോളർ ഇറക്കാനാണ്. അപ്പോൾ പാത്തും ബസ്സും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളും കൂടെ പിടിച്ചൊക്കെ വേണം ഹെൽപ്പ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇറക്കിക്കൊണ്ട് പോകാം. ഇതൊരു ഇൻ്റർചേഞ്ച് ആണ്, അതായത് ബസ് ഡിപ്പോ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വേറൊരു ട്രെയിൻ എടുക്കണം. അപ്പോൾ നമ്മൾ ബസ് മാറിയിട്ട് ട്രെയിൻ സ്റ്റേഷനിൽ ചെക്ക് ഇൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പോകേണ്ടത് മറീന സൗത്ത് പിയർ എന്ന ഡയറക്ഷനിലേക്കാണ്. അവിടുന്ന് നമുക്ക് ട്രെയിൻ എടുത്തിട്ട് സെമ്പവാങ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ നാട്ടിലെ മെട്രോ ഒക്കെ പോലെയാണ്. നമ്മൾ വന്ന ടൈമിൽ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിന് ഗേറ്റ് ഇല്ലായിരുന്നു. പക്ഷേ അത് സേഫ്റ്റി കൺസേൺ ആയതുകൊണ്ട് അത് ഗേറ്റ് എല്ലാം വെച്ചു. ഇന്ന് നമ്മൾ പോകുന്നത് പീക്ക് ടൈമിലല്ല, അതുകൊണ്ടാണ് അത്യാവശ്യം സ്പേസും കാലിയായിട്ടിരിക്കുന്നത്. അപ്പോൾ യൂഷ്വലി ഹായ സ്ട്രോളറിൽ നിന്ന് ചാടി നമ്മുടെ അടുത്തോട്ട് വരും. അപ്പോൾ എന്തോ ലക്കിന് നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ½ an hour നമുക്ക് ട്രെയിനിൽ ഇരിക്കാനുണ്ട്. കോവിഡിന് ശേഷം ഞാൻ മോസ്റ്റ്ലി വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ട്രെയിനൊന്നും അധികം എടുക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ലിഫ്റ്റ് എടുക്കണം. കാരണം സ്ട്രോളർ ഉള്ളതുകൊണ്ട് നമുക്ക് ലിഫ്റ്റ് എടുക്കാതെ വേറെ നിവൃത്തിയില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നേരെ കാണുന്ന ഒരു മാളാണ്. അപ്പോൾ മാളിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. എന്നിട്ട് അവിടെ നിന്നൊരു ബസ് വീണ്ടും എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നടന്നാൽ മതി, 10 minutes ഉള്ളൂ. പക്ഷേ ഹായ് അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ബസ് എടുക്കാൻ തന്നെയാണ് പോകുന്നത്. രണ്ടാമത് കയറിയ ബസ്സിൽ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് എനിക്കും ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. ഞാനും നിബിൻ്റെ കൂടെ തന്നെ സ്ട്രോളറും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു. ബട്ട് നമുക്ക് 2 സ്റ്റോപ്പ് ഉള്ളായിരുന്നു. അതുകൊണ്ട് 2ാമത്തെ സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങി. പിന്നെ ഇത് കുറച്ചുകൂടെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് കമ്പയർഡ് ടു നമ്മൾ താമസിക്കുന്ന സ്ഥലമായിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ അടുപ്പിച്ച് ഫ്ലാറ്റുകളും വഴിയിലാണെങ്കിൽ നിറയെ ആൾക്കാരും ഒക്കെ ഉണ്ട്. നമ്മൾ ഇറങ്ങിയ ഉടനെ എന്നെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് അവളവിടെ നോക്കി നിൽക്കുന്നുണ്ടാവും.
കുഞ്ഞിൻ്റെ വീടിന് തൊട്ടടുത്തൊരു പാർക്കൊക്കെ ഉണ്ട്. അപ്പം ഹായക്ക് കുറച്ചും കൂടെ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു പാർക്കാണ്. നമ്മളിതിനു മുമ്പ് ഹായനെ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര വയലൻസ് ആയിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് അവിടെയും കൂടെ പോകണം. ഈ കാണുന്നതാണ് പാർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല വലുതാണ്. കാരണം ഇത് കുറച്ച് അധികം ഫ്ലാറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കാണ്. അപ്പം നമ്മൾ അതിലൂടെ ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ടാണ് കേട്ടോ കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. നേരെ വേണമെങ്കിൽ പോകാം, പക്ഷെ നമ്മളെപ്പോഴും ഷോർട്ട് കട്ടാണല്ലോ. നമ്മൾ പോകുമ്പോൾ കാണാം വലിയ ആൾക്കാരും കുഞ്ഞു ആൾക്കാരും പലതരത്തിലുള്ള പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹായ് മലേ, നോക്ക് 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 ഇത് നോക്ക് നോക്ക്. ഹായ കുഞ്ഞാൻ്റെ ഏതാ? കുഞ്ഞാൻ്റെ ഏതാ? കുഞ്ഞാൻ്റെ ഏതാ? നിബിനാണെങ്കിൽ എപ്പോഴും കുഞ്ഞിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളയിക്കൊണ്ടിരിക്കണം. അപ്പോൾ വന്ന വഴിയെ ഫുഡിൻ്റെയും ചായയുടെയൊക്കെ പേരിൽ കുഞ്ഞിനെ കളയിക്കൊണ്ടിരിക്കുന്നു. അവളാണെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് മിച്ചറും ചിപ്സും ഒക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വ്ളോഗ് എടുക്കുന്നത് മുന്നേ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ മാത്രം ഫുഡ് കഴിച്ചാൽ പോരല്ലോ, ഹായ്ക്ക് ഫുഡ് കൊടുക്കണ്ടേ. അപ്പോൾ എവിടെ ചെന്നാലും ഫസ്റ്റ് നമ്മൾ ഹായ്ക്ക് ഫുഡ് കൊടുക്കലായിരിക്കും നമ്മുടെ മെയിൻ പരിപാടി. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ പാർക്കിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ കുറേ നേരമൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എവിടെന്നോ ഒരു പട്ടിക്കുട്ടീനെ പൊക്കിക്കൊണ്ട് ഹായ വന്നത്. ഹായ്ക്ക് ഡോഗിനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ബൗ ബൗ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ ഓടും. അപ്പം എല്ലാവരുമായിട്ട് ടോയ്സ് ഒക്കെ ഷെയർ ചെയ്യും കേട്ടോ ഹായ. പക്ഷേ ഇന്നായും തായും ഇതുവരെ ഡിഫറൻസ് മനസ്സിലായിട്ടില്ല. ആൾ തരാൻ വേണ്ടിയിട്ട് താന്നും ഇന്നാന്നും പറയും. അവരുടെ ഓരോ ലേണിംഗ് സ്റ്റേജ്. ഇപ്പൊ ഒരു പുതിയ പ്രോബ്ലം ഉള്ളത്, ഹായ് ആരെ കണ്ടാലും ഓടിപ്പോയിട്ട് ഹായ് കെട്ടിപ്പിടുത്തമൊക്കെ ഉണ്ട്. അപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിലും അവിടെ പോയി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അത് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യണം. അത് കാരണം നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയുള്ളതുകൊണ്ട് ഇപ്പം അമ്മയാണ് കൂടുതലും ഹായായിട്ട് പുറത്തേക്കൊക്കെ പോകണേ, പാർക്കിലൊക്കെ കൊണ്ടുപോകണേ. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരെ കണ്ടാലും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പണിയില്ലെങ്കിലും ഹായനെ കണ്ടുകൊണ്ടിരുന്നത് നമുക്ക് സമയം പോകുന്ന അറിയേയില്ല. അവൾ മാത്രമല്ല, ഏത് ബേബി ആണെങ്കിലും അങ്ങനെയാണല്ലോ. അവരുടെ കളിയും ചിരിയും കാണുമ്പോൾ നമ്മളെല്ലാം മറന്നിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മുടെ പാർക്കിൽ പോക്ക് മുടങ്ങിപ്പോയി. അതുകൊണ്ട് നമ്മൾ മഴയൊക്കെ കണ്ട് അവിടെ തൽക്കാലം വിഷമിച്ചിരിക്കുകയാണ്. സിംഗപ്പൂർ അങ്ങനെയാണ് കേട്ടോ ക്ലൈമറ്റ്. പെട്ടെന്ന് വെയിലാകും, അതുപോലെ തന്നെ മഴയും വരും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എവിടെ പോകുമ്പോഴും നമ്മൾ കുടയൊക്കെ ആയിട്ടാണ് പോവുക. പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് മഴ പോയി. അതുകൊണ്ട് നമ്മൾ പാർക്കിൽ പോകാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നറൊക്കെ കഴിക്കാം. അപ്പോൾ പാർക്കിൽ പോകുമ്പോൾ ഹായ കുറച്ച് കളിച്ചിട്ട് ആൾ വിശക്കുമല്ലോ. അപ്പം ഫുഡ് കൊടുക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഹായ് കുട്ടാ, പാർക്കിലേക്ക് എങ്ങനെയാ പോണേ? എവിടെ പോയാലും എല്ലാവരെയും കൊണ്ട് പോകണമല്ലോ, അതാണ് ഏറ്റവും വലിയ പാട്. പിന്നെ ഞാൻ നടക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കാലിൻ്റെ വേദന ഇതുവരെ മാറി. അതുകൊണ്ടാണ് തൊണ്ടി തൊണ്ടി നടക്കുന്നത്. പാർക്കിൽ പോകാനൊക്കെ ആൾ ചാടി ഇറങ്ങും. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, ഒരു 5 അടി നടന്നു കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മൾ എടുക്കണം. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഹായയും മടിച്ചിയാണ്.
പാർക്കിൽ ചെന്നപ്പോൾ എല്ലാവർക്കും ഊഞ്ഞാലി കയറണം കേട്ടോ. ഹായ്ക്ക് മാത്രമല്ല പൊന്നൂസിനും എല്ലാവർക്കും ഊഞ്ഞാലി കയറണം. നമ്മൾ ഫോഴ്സ് ചെയ്ത് അമ്മേനെ വരെ നമ്മൾ ഊഞ്ഞാലി കയറ്റി. ഇഷ്ടപ്പെട്ടില്ല, പേടിയായി. പാർക്കിൽ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു കൾച്ചറാണ് വൈകുന്നേരം ഈവനിങ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ പാർക്കിൽ പോകുന്നതും നടക്കാൻ പോകുന്നതും ഒക്കെ. ആട്ടണോ അമ്മയ്ക്ക് ഊഞ്ഞാലാടണോ അമ്മ? വേണമെങ്കിൽ അതിൽ പോയി എല്ലാരും കേറുന്ന കണ്ടപ്പം അമ്മയ്ക്ക് ഒന്ന് കേറിയാ കൊള്ളാന്നായി. അങ്ങനെ കേറിയതാണ് കേട്ടോ. ഒയ്യോ, ഒത്തിരി പോക്കണ്ട കേട്ടോ, ഒത്തിരി പോക്കണ്ട. ഹായ് കുട്ടാ. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് കുറച്ച് മാറിയിട്ട് നമ്മൾ വേറൊരു പാർക്ക് ശ്രദ്ധിക്കുന്നത്. അത് കുറച്ചുകൂടെ കുഞ്ഞു പിള്ളേർക്കുള്ളതാണ്. അവിടുത്തെ ഡൈനോസറിൻ്റെ ഷേപ്പും അതും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മഴ പെയ്തതുകൊണ്ട് ഫുൾ വെള്ളമായി കിടക്കുകയാണ്. അതിലൊന്നും നമുക്ക് കയറാൻ പറ്റിയില്ല. അപ്പം ഹായനെ നിലത്ത് വിട്ടാലുള്ള പ്രശ്നം, അവൾ പോയിട്ട് വെള്ളത്തിൽ കളിക്കും, എന്നിട്ട് ആ കൈ വെച്ചിട്ട് വായിൽ വെക്കും. എത്ര നമ്മൾ ക്ലീൻ ചെയ്യാൻ നോക്കിയാലും നടക്കില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഹായുടെ പേര് പറഞ്ഞിട്ട് നമ്മളാണ് എൻജോയ് ചെയ്യുന്നത് പാർക്കിലൊക്കെ വന്നിട്ട്. ഈ കാണുന്ന ഐറ്റം നിങ്ങൾ നോക്കി വെച്ചോട്ടോ. അതിൽ കയറാൻ നല്ല രസമാണ്. നമ്മൾ അതിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും കയറി, അമ്മ മാത്രം കയറിയില്ല, ബാക്കി എല്ലാവരും നമ്മൾ കയറി. പക്ഷെ നനഞ്ഞിരിക്കുമായിരുന്നു, ഒറ്റ പ്രോബ്ലം ഉള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, സ്വിങ് ചെയ്യാൻ നല്ല രസമാണ്. ഹായ്ക്ക് പോനോ ഹായ് കുട്ട. ഇതുപോലെ ഊഞ്ഞാലൊക്കെ കാണുമ്പോൾ പ്രായം നോക്കാതെ കയറുന്ന ആൾക്കാരാണ് ഉണ്ടെങ്കിൽ കയറണം. എന്നിട്ട് എന്നെ പോലെ ഇതുപോലെ ഉളുക്കൊക്കെ കിട്ടിയിരിക്കണം. ഒരു വിധം നമ്മൾ ഹായനെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോന്നു. തിരിച്ചു പോരാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ നമ്മൾ ലേറ്റ് ആവുന്നതുകൊണ്ട് എന്തായാലും പോന്നു. അപ്പോൾ ഈ കാണുന്ന എല്ലാം നമ്മുടെ കുഞ്ഞി ഉണ്ടാക്കിയതാണ്. ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു കുഞ്ഞിയുടെ കുക്കിങ്ങൊക്കെ നല്ല ഇമ്പ്രൂവ് ആയി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. കൂടാതെ ഞാൻ ഹായ്ക്കും കുറച്ച് ഫ്രൈഡ് റൈസൊക്കെ കൊടുത്തു. ആൾ പകുതി മുക്കാലും താഴെയാണ് ഇട്ടത്, എന്നാലും കഴിച്ചു. നിബിനാണെങ്കിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞിനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. കുഞ്ഞാണെങ്കിൽ അഹാനയുടെ ഒരു വലിയ ഫാനാണ്. അപ്പോൾ അഹാന ഈ അടുത്തിടയ്ക്ക് വ്ളോഗിൽ ഒരു മാംഗോ ഡെസേർട്ട് റെസിപ്പി ചെയ്തായിരുന്നു. അത് നോക്കിയിട്ട് ആൾ മാംഗോ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെന്തായാലും അതെല്ലാം കഴിച്ചു. ഐസ്ക്രീമും ബ്രെഡും ഒക്കെ കൂടിയിട്ടുള്ളൊരു ഡെസേർട്ടായിരുന്നു. ജിമ്മിൽ പോകാൻ തുടങ്ങിയ പിന്നെ ട്രെയിനറാണെങ്കിൽ ഷുഗർ കഴിക്കരുതെന്ന് പറഞ്ഞ് പുറകെ നടപ്പാണ്. അതിനുശേഷം ഞാനാണെങ്കിൽ അത് മാത്രമാണ് കഴിക്കുന്നുള്ളൂ. അല്ലെങ്കിലും അങ്ങനെയാണ്, നമ്മൾ ഡയറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങുമ്പോഴായിരിക്കും വീട്ടിൽ ആവശ്യമില്ലാത്ത സ്വീറ്റ്സും അതുപോലെ തന്നെ ഫ്രൈഡ് ഫുഡ്സും ഒക്കെ ഉണ്ടാവുക. സൺഡേ ഈവനിങ് ആയതുകൊണ്ട് നെക്സ്റ്റ് ഡേ വർക്കിന് പോകണമല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അതും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.